നമസ്കാരം, ഗ്രാമോച്ച വാർത്തകളിലേക്ക് സ്വാഗതം. ദക്ഷിണേന്ത്യൻ സിനിമയെ ലോകത്തിന്റെ നെറുകയിലെത്തിച്ച മഹാപ്രതിഭയാണ് രാമു കാര്യട്ടെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. ചേറ്റുവയിൽ രാമു കാര്യട്ട് സാംസ്കാരിക നിലയത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതിയ കലാകാരന്മാർക്ക് ഇടം നൽകുന്ന തിയേറ്റർ കൂടി ഇതിന്റെ ഭാഗമായി ഉണ്ടാകുന്നു എന്നത് അഭിമാനകരമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചേറ്റുവ വഴിയോര വിശ്രമ കേന്ദ്രത്തിന് സമീപം നടന്ന ചടങ്ങിൽ NK അക്ബർ MLA അധ്യക്ഷനായി. ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ മുഖ്യപ്രഭാഷണം നടത്തി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ്, ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സുരേഷ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് BK സുദർശൻ, പ്രഭാഷകനും ഗ്രന്ഥകാരനുമായ MP സുരേന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിമിഷ അജീഷ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ശാന്തി ബാസി, വിജിത സന്തോഷ്, സാലിഹ, സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഉത്തമൻ തേർ, ഓമന സുബ്രഹ്മണ്യൻ, PK രാജേശ്വരൻ, KR സാംബശിവൻ എന്നിവർ സംസാരിച്ചു. ക്രിസ്മസ് അവധിക്കായി സ്കൂളുകൾ 20-ന് അടയ്ക്കും. 21 മുതലാണ് അവധി. 30-ന് സ്കൂളുകൾ തുറക്കും. LP UP ഹൈസ്കൂൾ ക്രിസ്മസ് പരീക്ഷകൾ 11-ന് ആരംഭിച്ചിരുന്നു. 19-നാണ് പരീക്ഷകൾ സമാപിക്കുക. എങ്കിലും 20-ന് വൈകുന്നേരം സ്കൂളുകൾ അടച്ചാൽ മതിയെന്നാണ് നിർദ്ദേശം. ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു ദിവസത്തെ പരീക്ഷ മാറ്റിവെക്കേണ്ടി വന്നാൽ അതിനുള്ള സൗകര്യത്തിനാണ് 20-ന് അടച്ചാൽ മതിയെന്ന് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതോടെ ക്രിസ്മസ് അവധി ദിവസങ്ങളുടെ എണ്ണം 9 കുറയും. നേർവഴി സംഘടനയിലൂടെ 3 പതിറ്റാണ്ടായി ദേശീയതലത്തിൽ മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന TK നവീനചന്ദ്രനെ പെരിങ്ങോട്ടുകര നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം ആദരിച്ചു. മനുഷ്യാവകാശ ദിനാചരണത്തിന്റെ ഭാഗമായി അന്തിക്കാട് അഞ്ചങ്ങാടിയിലെ വസതിയിലെത്തിയാണ് അനുമോദിച്ചത്. സ്റ്റഡി സെന്റർ ചെയർമാൻ ആൻഡോ തൊറയൻ ഉദ്ഘാടനം ചെയ്തു. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട മനുഷ്യാവകാശ ദിനമായിട്ടുള്ള ഡിസംബർ 10-ാം തീയതി ഓർബിറ്റ് ആൻഡ് ഗ്രാമ്യ പിന്നെ അതുപോലെ TCV ചാനലുകളിൽ വന്ന വാർത്തയിലാണ് അദ്ദേഹത്തിൻ്റെ ഈ 3 പതിറ്റാണ്ട് പിന്നിട്ട കാര്യം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ നെഹ്റു സ്റ്റഡി സെൻറ്റർ ഈ പ്രദേശത്ത് ആരൊക്കെ ഏത് മികച്ച രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടോ അവരെയൊക്കെ അനുമോദിക്കാനും അവർക്ക് ആശംസകൾ അറിയിക്കാനൊക്കെ എത്തിച്ചേരാറുണ്ട്. അപ്പോൾ ഇത്തരണത്തിലാണ് ഞങ്ങളിവിടെ ഇതിൻ്റെ ഭാഗമായി എത്തിച്ചേർന്നത്. പക്ഷേ ഈ ഒരുപാട് നമുക്കറിയാം, നേർവഴി എന്ന സംഘടനയുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പ്രവർത്തനങ്ങൾ നമുക്കറിയാം. ഇത് ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി മാറുന്ന ഒരു സംഘടനയാണ് നേർവഴി. ആ നേർവഴിയിലൂടെ ഒട്ടേറെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ നവീനചന്ദ്രന് സാധിച്ചിട്ടുണ്ട്. സ്റ്റഡി സെന്റർ ട്രഷറർ പ്രമോദ് കണിമംഗലത്ത് അധ്യക്ഷനായി. സ്റ്റഡി സെന്റർ ഭാരവാഹികളായ പോൾ പുലിക്കോട്ടിൽ, വില്ലി പട്ടത്താനം, ജഗദീഷ് രാജ് വാളമുക്ക്, CA ബാബു, ബെന്നി ആത്തിലപ്പടി, സാജൻ കുറ്റിക്കാട്ട് പറമ്പിൽ, അരുണൻ വാളമുക്ക്, റിജു കണക്കന്തറ എന്നിവർ സംസാരിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ താന്യം യൂണിറ്റ് വാർഷിക സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗവും ജില്ലാ ട്രഷററുമായ PM പുഷ്പകുമാരി ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് PV സുനിൽകുമാർ അധ്യക്ഷനായി. സെക്രട്ടറി സജി സന്തോഷ് റിപ്പോർട്ടും വരവ് ചിലവ് കോമളവല്ലി അവതരിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഷിമ്മി ശിവദാസ്, പീതാംബരൻ ഇയാനി, ഏരിയ ട്രഷറർ CR വിശ്വംഭരൻ, വിദ്യ KS, ശ്രീദേവി ഉണ്ണികൃഷ്ണൻ, വിജയ PS എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി PV സുനിൽകുമാർ, സജി സന്തോഷ്, വിജി മദനസുന്ദരൻ എന്നിവരെ തെരഞ്ഞെടുത്തു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ആലപ്പാട് യൂണിറ്റ് വാർഷിക സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗവും ജില്ലാ ട്രഷററുമായ PM പുഷ്പകുമാരി ഉദ്ഘാടനം ചെയ്തു. നമ്മളെ സംബന്ധിച്ച് നമുക്ക് നമ്മുടെ ആളുകൾ മാത്രമല്ല, അതാ ദുരന്തത്തിൽപ്പെട്ട മുഴുവൻ ആളുകൾക്കും വേണ്ടി ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ പ്രവർത്തനം അവിടെ ഉണ്ടായി. ഇതിന്റെ ഭാഗമായപ്പോഴേക്കും നമ്മുടെ ആദ്യത്തെ സഹായം ഏറ്റവും ആദ്യം ദുരന്തത്തില് ക്യാമ്പുകളിലെത്തിയ ആളുകൾക്ക് ആ സഹായം എത്തിച്ചത് നമ്മളാണ്. അതിനുശേഷമാണ് കേരളത്തിലെ വിവിധ സംഘടനകള്, അതുപോലെ തന്നെ ജാതിമത അടിസ്ഥാനത്തില് അതുപോലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ തുടങ്ങി വിവിധ ഏജൻസികളൊക്കെ അവിടെ വലിയ ആവശ്യമായ ധാരാളം സാധനങ്ങൾ അവിടെ എത്തി. പിന്നെ നമ്മൾ കണ്ടത് എന്താണ്, എല്ലാ ദിവസവും പറയും 100 വീട് ഞാൻ കൊടുക്കും, 50 വീട് ഞാൻ കൊടുക്കും, 10 വീട് കൊടുക്കും, 4 വീട് കൊടുക്കും, 1 വീട് കൊടുക്കും, 2 വീട് കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് വീടുകളുടെ പ്രളയം കൊടുക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. പ്രസിഡന്റ് അംബിക ജയപ്രകാശ് അധ്യക്ഷയായി. സെക്രട്ടറി ഷക്കീല ലത്തീഫ് റിപ്പോർട്ടും വരവ് ചിലവ് കണക്ക് ട്രഷറർ ബിജിലയും അവതരിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഷിമ്മി ശിവദാസ്, പീതാംബരൻ ഇയാനി, ഏരിയ ട്രഷറർ CR വിശ്വംഭരൻ, ശ്രീവിദ്യ, ലേഖ, രാഗി MR, സിഷ ഷാജി എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി ഷക്കീല ലത്തീഫ്, അംബിക ജയപ്രകാശ്, ലേഖ സുനിൽ എന്നിവരെ തെരഞ്ഞെടുത്തു. ആലപ്പാട് മടത്തുംപടി ശ്രീ വനശാസ്ത ക്ഷേത്രത്തിലെ ദേശവിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായി കലവറ നിറയ്ക്കൽ ചടങ്ങ് നടന്നു.
കാനാടിക്കാവ് ഡോക്ടർ വിഷ്ണുഭാരതീയ സ്വാമികൾ ഉദ്ഘാടനം ചെയ്തു. മേൽശാന്തി പുന്നപ്പള്ളി മന ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് ദേശവിളക്കിന് ആവശ്യമായ പൂജാദ്രവ്യങ്ങൾ അരി, ശർക്കര, ഉണക്കലരി, നാളികേരം, പഞ്ചസാര, കദളിപ്പഴം, എണ്ണ, നെയ്യ്, പൂജാപുഷ്പങ്ങൾ, ഇല, പലവ്യഞ്ജനങ്ങൾ, പച്ചക്കറികൾ മുതലായവ ഭക്തജനങ്ങൾ സമർപ്പിച്ചു. ഭാരവാഹികളായ പ്രസിഡന്റ് ലാൽസൺ കരുമാരശ്ശേരി, സെക്രട്ടറി സുഭാഷ് കോരപ്പള്ളി, കൺവീനർ ഉണ്ണികൃഷ്ണൻ കുണ്ടുവള്ളി, ജോയിന്റ് കൺവീനർ ഗോപി കളത്തിങ്കൽ എന്നിവർ നേതൃത്വം നൽകി. ഡിസംബർ 21 ശനിയാഴ്ചയാണ് ദേശവിളക്ക്. ചേർക്കരദേശം പൗരസമിതി ആക്ട്സ് ചേർക്കര യൂണിറ്റിന്റെ 14ാം വാർഷിക പൊതുയോഗവും സൗജന്യ മെഡിക്കൽ ക്യാമ്പും നാട്ടിക ഈസ്റ്റ് UP സ്കൂളിൽ നടന്നു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മളെല്ലാവരും വീടുകളിൽ വിളക്ക് വെച്ചിട്ടാണ് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടാണ് വിളക്ക് വെക്കാറ്. ചേർക്കര പൗരദേശം എന്ന് പറയുന്നത് ഒരു കുടുംബമാണ്. ആ കുടുംബത്തിന് ആദ്യം കത്തേണ്ടത് വിളക്കാണ്, വെളിച്ചമാണ് ഉണ്ടാവുന്നത്. ആ വെളിച്ചത്തിന് മുന്നിൽ ഇരുന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഇത് നീണ്ട കാലങ്ങളിൽ ഇങ്ങനെ മനുഷ്യൻ ഉള്ള കാലത്തോളം ഇത് ഏറ്റെടുത്ത് നടത്താനുള്ള പ്രാപ്തിയും കഴിവുള്ള ആളുകൾ വരട്ടെ എന്ന് നമുക്ക് ആദ്യമായിട്ട് പ്രാർത്ഥിക്കാം. കാരണം അധ്യക്ഷൻ്റെ ഒരു പരിഭവം അവിടെ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുപ്പക്കാർ ഇത് ഏറ്റെടുക്കാൻ വരുന്നില്ല എന്നുള്ളതാണ്. ചെറുപ്പക്കാർ ഇന്ന് ഒന്നും ഏറ്റെടുക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാന കാര്യം. പ്രസിഡന്റ് EVK വേണുരാജ് അധ്യക്ഷത വഹിച്ചു. വലപ്പാട് SI സിനി മുഖ്യാതിഥിയായിരുന്നു. പ്രഭാതചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. നാട്ടിക ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബാബു മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ കോർഡിനേറ്റർ ENK ജ്ഞാനം, സെക്രട്ടറി ഷനിൽ എന്നിവർ സംസാരിച്ചു. വേനൽക്കാല ആരോഗ്യ പ്രശ്നങ്ങളും മുൻകരുതലുകളും എന്ന വിഷയത്തിനെക്കുറിച്ച് തൃശൂർ ജനറൽ ആശുപത്രി ഹെൽത്ത് സൂപ്പർവൈസർ ഹനീഷ് കുമാർ ബോധവൽക്കരണ ക്ലാസ് നടത്തി. നാട്ടിക ഈസ്റ്റ് UP സ്കൂളിൽ 7ാം ക്ലാസ്സിൽ കൂടുതൽ മാർക്ക് വാങ്ങിയ അഞ്ജന നന്ദനെയും മലയാള സാഹിത്യത്തിൽ ഡോക്ടറേറ്റ് നേടിയ സന്ധ്യ രാഗേഷിനെയും ചടങ്ങിൽ അവാർഡ് നൽകി ആദരിച്ചു. ആർട്സ് പ്രവർത്തകരെയും ചടങ്ങിൽ ആദരിച്ചു. യോഗത്തിൽ പങ്കെടുത്തവർക്ക് പുതുവത്സര സമ്മാനം നൽകി. ഇതോടെ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.